സൂറത്ത് താഹ അവതരിച്ചത് സൂറത്തുകളുടെ ക്രമം നോക്കിയിട്ടുണ്ടെങ്കിൽ 45-ാമതാണ്. സൂറത്ത് മറിയമിന് ശേഷം സൂറത്തുൽ വാഖിയക്ക് മുന്നായിട്ടാണ്. സൂറത്തുൽ മറിയമിൻ്റെയും വാഖിയയുടെയും ഇടയിലാണ് സൂറത്ത് താഹയുടെ അവതീർണത. സൂറത്ത് താഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് മക്ക പ്രബോധന കാലഘട്ടത്തിൽ, അതും പ്രവാചകത്വത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ അവതീർണമാണ്. 4 വർഷത്തിൻ്റെ ഒടുവിലോ അല്ലെങ്കിൽ 5-ാം വർഷത്തിൻ്റെ തുടക്കത്തിലോ എന്നൊക്കെ ചില ചരിത്രങ്ങളെ മുൻനിർത്തിയിട്ട് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഇതിൻ്റെ അവതീർണതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് താഹ നുബുവത്തിൻ്റെ ആദ്യ വർഷങ്ങളിലാണ് ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞ. അതിൻ്റെ പേരിൽ മൂസ, സൂറത്ത് മൂസ, അതേപോലെ സൂറത്തുൽ ഖലീം എന്നീ പേരുകളിലെന്ന് പറഞ്ഞില്ലേ. സൂറത്ത് താഹയുടെ വിഷയത്തിൽ പ്രസിദ്ധ ചരിത്രമുണ്ട്. എന്താ? സൂറത്ത് താഹയുമായി ബന്ധപ്പെട്ട് കുറേ ചരിത്രങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും പ്രസിദ്ധമായിട്ട് നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഇസ്ലാം ആശ്ലേഷവുമായി ബന്ധപ്പെട്ടാണ്. ആ ചരിത്രമുള്ളത് കൊണ്ടാണ് ഈ സൂറത്ത് ഇറങ്ങിയ ആ കാലം ഇന്നതാണ് എന്ന് പറയുന്നത്. ഉമർ റളിയല്ലാഹുവിൻ്റെ പേരിലുള്ള ആ ചരിത്രം, അത് ഈ സൂറത്തിൻ്റെ പേരിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സംഭവമാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം മത ആശ്ലേഷവുമായി ഏറ്റവും പ്രസിദ്ധമായ സംഭവമാണ്. സംഭവത്തിൻ്റെ ഈ ചരിത്ര സംഭവമാണ്. അതുകൊണ്ട് തന്നെ അത് ബലപ്പെട്ടതാണോ അല്ലേ എന്നുള്ളതിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പലരും പറയുന്നത്. പക്ഷേ അതിൻ്റെ പ്രസിദ്ധി, ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം ആശ്ലേഷിക്കാൻ കാരണമായ കുറേ സംഭവങ്ങളുണ്ട്. ചിലത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചിലത് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചിലത് ചരിത്ര ഗ്രന്ഥങ്ങളിലാണുള്ളത്. പക്ഷേ ഈ ചരിത്രത്തിൽ വന്ന സംഭവം ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ പറഞ്ഞേ ഉമർ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായത് ഈ സൂറത്ത് താഹയുടെ തുടക്കവചനങ്ങൾ കേട്ടാണ് പറയുന്ന ആ സംഭവം. അതാണ് ഏറ്റവും പ്രസിദ്ധം. അതിൻ്റെ പ്രസിദ്ധി കാരണത്താൽ സനദിൽ പറയപ്പെടുന്നതായ ദുർബലത, ഈ ചരിത്രത്തിൻ്റെ പ്രസിദ്ധി കാരണത്താൽ ഈ ദുർബലത പലരും വിഷയാക്കിയിട്ടില്ല. സനദിൽ ഇനി അല്പം ഒരു ദുർബലത പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഏറെക്കുറെ ചരിത്രകാരന്മാരൊക്കെ, ഇസ്ലാമിക ലോകത്തെ ചരിത്രകാരന്മാരൊക്കെ ഉമറിൻ്റെ ഇസ്ലാം ആശ്ലേഷത്തിൽ ഈ സംഭവം കൊടുത്തിട്ടുള്ളത് താഹയുമായി ബന്ധപ്പെട്ട്. ഉമറിൻ്റെ ഇസ്ലാം ആശ്ലേഷത്തിന് ഏറ്റവും കാരണമായിട്ടുള്ള ഒരു പ്രധാന സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു കൗതുകമുള്ള ഒരു ചരിത്രമാണത്. ഉമറിൻ്റെ മനസ്സിൽ ഇസ്ലാം ആദ്യമായി സന്നിവേശിച്ച ഒരു ചരിത്രം. അത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമാം ബുഖാരിയാണ് നിവേദനം ചെയ്യുന്നത്. ഇബ്നു ഉമർ പറയാണ്, ഉമർ റളിയല്ലാഹു തആല അൻഹു എന്തൊരു കാര്യം വിചാരിച്ചാലും ആ വിചാരിച്ചത് അതേപോലെ പുലരുമായിരുന്നു. എന്തൊരു കാര്യം ഊഹിച്ചാൽ, നനച്ചാൽ ആ നനച്ചതുപോലെ അത് പുലരുമായിരുന്നു. അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ അത് അതേപോലെയാണ് വരിക എന്നുള്ളത്. അങ്ങനെ ഉമർ ഒരു ദിവസം കിടക്കുമ്പോൾ സവാദ് ഇബ്നു ഖാരിബ് അൽ അസ്ദി എന്ന് പറയുന്ന ഒരു വ്യക്തി അതിലെ കടന്നു വന്നു. ഈ സവാദ് ഇബ്നു ഖാരിബ് അൽ അസ്ദി സുന്ദരനായിരുന്നു, സുമുഖനായിരുന്നു, വളരെ സുന്ദരനായിരുന്നു. അത് ഹദീസിൻ്റെ പ്രയോഗത്തിൽ തന്നെയുണ്ട്. അദ്ദേഹം ഒരു റജുലുൻ ജമീൽ, അതിസുന്ദരനായ വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളാണ് ഈ സവാദ് ഇബ്നു ഖാരിബ്. അദ്ദേഹം ഇങ്ങനെ നടന്നു പോയപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു സവാദിനെ വിളിച്ചിട്ട്, അപ്പോൾ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗം കഴിഞ്ഞിട്ടാണ്. ഉമർ പറഞ്ഞ്, താങ്കൾ ജാഹിലിയത്തിൽ അവരുടെ ഒരു ജ്യോത്സ്യനായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അത് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഉമർ പറയുന്നുണ്ട്, ഇത്ര സുന്ദരനായൊരു വ്യക്തി ഇസ്ലാമിൽ സ്വീകരിക്കപ്പെട്ടത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലൊക്കെ ഉമർ അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട്. ഏതായാലും അദ്ദേഹം വന്നപ്പോൾ ഉമർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ജാഹിലിയത്തിൽ കാഹിനായിരുന്നില്ലേ, ജാഹിലിയത്തിൽ അവരുടെ ജ്യോത്സ്യനായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സവാദ് ഇബ്നു ഖാരിബ് പറയാണ്, ഞാൻ അവരുടെ ജ്യോത്സ്യനായിരുന്നു. അപ്പോൾ ഉമർ പറയാണ്, അന്ന് ജ്യോത്സ്യന്മാർക്ക് ഈ ജിന്നുകളായിട്ട് ഭയങ്കര, എല്ലാ കാലത്തും ജ്യോത്സ്യന്മാർക്കും ഇവർക്കൊക്കെ ഈ ജിന്നുകൾ അവരായിട്ട് വർത്തനങ്ങളുണ്ടാവും. ജിന്നുകളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവരുടെ ഈ മാരണ ജ്യോത്സ്യ പ്രവൃത്തികളൊക്കെ അവർ കൊഴിപ്പിക്കുക. അപ്പോൾ ഉമർ ഉടനെ ചോദിക്കാണ്, നിങ്ങളുടെ ജിന്നുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയം അത് പറയുന്നുണ്ട് സവാദ് ഇബ്നു ഖാരിബിനോട് ഉമർ. അപ്പോൾ സവാദ് ഇബ്നു ഖാരിബ് പറയാണ്, ഒരിക്കൽ എൻ്റെ ജിന്നി എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹം ഈ സേവക്ക് ഉപയോഗിക്കുന്ന ജിന്ന് എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് ആ ജിന്ന് എന്നോട് പറഞ്ഞു, അലം തറൽ ജിന്ന വ ഇൽബാസഹ
വയസഹ മിൻ ബഅദി ഇൻകാസിഹ വലുഹൂഖുഹൽ ഖിലാസ വഅഹ്ലാസഹ. ഒരു കവിതയാണത്. അലം തറൽ ജിന്ന വ ഇൽബാസഹ. ജിന്ന് വർഗം അവർ പറ്റ ആശയക്കുഴപ്പത്തിലും പ്രശ്നത്തിലുമാണ്. അത് താങ്കൾ മനസ്സിലാക്കിയില്ലേ? ജിന്ന് സവാദിനോട് പറയണം, അലം തറൽ ജിന്ന വ ഇൽബാസഹ വയസഹ മിൻ ബഅദി ഇൻകാസിഹ. ജിന്നുകൾ നിരാശപ്പെട്ടു, ജിന്നുകൾ മാനത്ത് നിന്ന് തിരിച്ചയക്കപ്പെട്ടു. അതിനപ്പുറമാണ് ഇവർക്ക് നിരാശ വന്നത്. അതായത് ജിന്ന് വർഗം ഈ കാലഘട്ടത്തിൽ മാനം കയറുമ്പോൾ മാനത്തിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയുന്നില്ല, പിന്നെ അവിടുന്ന് കട്ട് കേൾക്കാൻ കഴിയാതെ അവർ അവിടുന്ന് അകറ്റപ്പെടുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഇല്ലാ മൻ ഇസ്തറഖ സമഅ ഫഅത്ബഅഹു ശിഹാബും മുബീൻ. പണ്ട് കാലങ്ങളിൽ ജിന്നുകൾ മാനത്ത് നിന്ന് കട്ട് കേൾക്കാറുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയത്തോടു കൂടി ജിന്നുകൾക്ക് പറ്റണില്ല ഇതിന്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്, വഅന്നാ ലമസ്ന സമഅ ഫവജദ്നാഹാ മൂലിഅത് ഹറസൻ ശദീദൻ വശുഹബ. മാനം ഞങ്ങൾ പരതിയപ്പോൾ മാനം മുഴുവൻ എന്താണ്? പാറാവുകാരാൽ നിറക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ തീയമ്പുകളാണ്, അടുക്കാൻ കഴിയണില്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, വയസഹ മിൻ ബഅദി ഇൻകാസിഹ വലുഹൂഖഹൽ ബിൽ ഖിലാസി വഅഹ്ലാസിഹ. അതുകൊണ്ട് ജിന്നുകളൊക്കെയും ഈ ഒട്ടകങ്ങളിൽ, ഒട്ടകപ്പുറത്ത് ഒട്ടകത്തിൻ്റെ ജീനി ഉണ്ടല്ലോ, ആ വിരി, അതിൽ ആശ്രിതരാണ്, ചെന്ന് ചേർന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒട്ടകങ്ങൾ ആശ്രയിച്ച് ജിന്നുകൾ ഇവിടെയാണുള്ളത്. ജിന്നുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മാനം കയറാനും അവിടുന്ന് കെട്ട് കേൾക്കാനും കഴിയില്ല. അതാണ് ഈ ജിന്ന് സവാദിനോട് ഇങ്ങനെ അവതരിപ്പിച്ചത്. അലം തറൽ ജിന്ന വ ഇൽബാസഹ വയസഹ മിൻ ബഅദി ഇൻകാസിഹ വലുഹൂഖഹ ബിൽ ഖിലാസി വഅഹ്ലാസിഹ. അപ്പോൾ ഇതാണ് പിന്നെ ഉമർ ചോദിക്കുകയാണ് നിങ്ങളുടെ ജിന്നിൻ്റെ വിവരം പറയാൻ. അപ്പോൾ സവാദ് പറഞ്ഞു, ജിന്നിൻ്റെ വിവരം ഇതാണ്, ജിന്ന് ഇങ്ങനെ വന്ന് പറഞ്ഞു. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് സദഖ്, ജിന്ന് പറഞ്ഞത് ശരിയാണ്. അതെന്താ? ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയം ഉണ്ടായതോടു കൂടിയാണ് ഈ സംഭവം എന്നുള്ള അർത്ഥത്തിൽ ഉമർ പറഞ്ഞത് സദഖ്. എന്നിട്ട് ഉമർ തൻ്റെ അനുഭവം പറയാണ്. ഞാനൊരു ദിവസം കിടന്നുറങ്ങുമ്പോൾ ഉറക്കത്തിൽ ഉമർ കാണുകയാണ്, ഒരു ഇജിലിനെ കൊണ്ടുവന്നിട്ട് വിഗ്രഹങ്ങളുടെ അടുക്കൽ പ്രതിഷ്ഠകളിൽ ബലി അറുക്കുകയാണ്. ഒരു ഇജിലിനെ, ഒരു പിന്നെ കാളക്കുട്ടിയെ കൊണ്ടുവന്നിട്ട് അറുക്കുകയാണ്. അതാണ് ഉമർ കാണുന്നത്. ഈ കാളക്കുട്ടിയെ അറുക്കുമ്പോൾ ഒരശരീരി അതിനെ വിലക്കിക്കൊണ്ട് ഉമർ പറയുന്നത്, അത്ര ഘോരമായൊരു ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യണത്? പിന്നെ ആ ശബ്ദം അതിനെ വിലക്കിയിട്ട് പറയുന്നത് എന്താ പറയുന്നത്? യാ റജുലുൻ ജലീഹ്, അല്ലെങ്കിൽ യാ ജലീഹ് അംറുൻ നജീഹ് യഖൂലുഹു റജുലുൻ ഫസീഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ ജലീഹ്, ജലീഹ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ മനുഷ്യ. അംറുൻ നജീഹ്, വിജയപ്രദമായൊരു കാര്യം ഇതാ. യഖൂലുഹു റജുലുൻ ഫസീഹ്, ഫസീഹായ ഒരു മനുഷ്യനാണ് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് പറയുന്നത്. ഇതാണ് ഉമർ എവിടുന്ന് കേൾക്കുന്നത്? ഈ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവർ ഈ പ്രതിഷ്ഠക്ക് കൊണ്ടുവന്നിട്ട് ഈ ഇജിലിനെ അറുത്ത ആ സമയത്ത് അതിനെ വിരട്ടിയിട്ട് അവിടെ കേൾക്കുന്നത്. അപ്പോൾ ഉമർ ചോദിക്കുകയാണ് എന്താണ്? അപ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കാണ്, ആ ജലീഹ് അംറുൻ നജീഹ് യഖൂലുഹു യതകല്ലമു ബിഹി റജുലുൻ ഫസീഹ് എന്ന് പറയണം. യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ഉമർ എഴുന്നേറ്റ് ഉമർ പറയും എന്താണ് ഈ വിഷയം എന്ന് തിരക്കുക തന്നെ എന്ന് പറഞ്ഞിട്ട് ഉമർ തിരക്കിയപ്പോൾ നബിയുൻ ഇതാ ഒരു പ്രവാചകൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമായിരിക്കുന്നു. അപ്പോൾ ഉമറിനുണ്ടായ ഈ ഒരു അനുഭവം ഇത് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന സഹീഹായ ഹദീസാണ്. ഈ സവാദ് ബിൻ ഖാരിബ് അൽ അസ്ദി പറഞ്ഞ ഇത് വെച്ചിട്ട് പിന്നെ ഉമറിനുണ്ടായ ഈ ഒരു അനുഭവം അത് ഉമർ സവാദിനോട് അവിടെ പങ്കുവെക്കുകയാണ്. ഇവിടെ ഇത് ഉമറിന് എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വചനം കേട്ടല്ലോ, അത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി നിയോഗിക്കപ്പെട്ടു എന്നുള്ളത് പിന്നെ അതിൻ്റെ തുടർന്ന് കേട്ടപ്പോൾ അവിടെ ഉമറിൻ്റെ മനസ്സിലേക്ക് എന്ത് വന്നിട്ടുണ്ട്? ഇസ്ലാമിലേക്കുള്ള ആ ഒരു ഉൾവിളി ശരിക്കും വന്നിട്ടുണ്ട്. പിന്നെ